കഴിഞ്ഞ ദിവസമായിരുന്നു വയൽക്കാടുകാർ ബിഗ് ബോസ് വീട്ടിൽ കയറിയത്. സായി കൃഷ്ണ, പൂജ കൃഷ്ണ, അഭിഷേക് ശ്രീകുമാർ, അഭിഷേക് ജയദീപ്, നന്ദന എന്നീ 6 പേരാണ് പുതിയതായി ബിഗ് ബോസിൽ എത്തിയിരിക്കുന്നത്. യാതൊരു തരത്തിലുമുള്ള എന്റർടൈൻമെന്റ് പ്രേക്ഷകർക്ക് നൽകാൻ ഇതുവരെയുള്ള മത്സരാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടില്ലാത്ത ഈ സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടാകുമോ എന്ന് പ്രേക്ഷകർ കാത്തിരിക്കുമ്പോഴാണ് വൈൽഡ് എൻട്രിയിൽ കോമണറായ നന്ദന ജാസ്മിനുമായി ഏറ്റുമുട്ടുന്നത്. ഷോയ്ക്കകത്ത് താൻ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുമെന്ന് നന്ദന മോഹൻലാലിനോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കാര്യങ്ങൾ പോകുന്നുമുണ്ട്. ഹോട്ട് സീറ്റ് എന്ന ടാസ്കിലായിരുന്നു ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഈ ടാസ്കിൽ ക്യാപ്റ്റന് മറ്റ് ടീം അംഗങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാം. ഇതിൽ നന്ദന ആക്റ്റീവാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു വിവരവുമില്ലാതെ അവിടെയും ഇവിടെയും ചാടി നടന്ന് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നാണ് സായിയോട് ജാസ്മിൻ ചോദിച്ചത്. പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ആക്ട് ആയിട്ടാണ് തനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നായിരുന്നു സായിയുടെ മറുപടി. കൂടുതൽ ചോദ്യങ്ങൾ ജാസ്മിൻ ഉയർത്തിയെങ്കിലും ബിഗ് ബോസ് ബസറടിച്ച് അവിടെ വെച്ച് ടാസ്ക് സ്റ്റോപ്പ് ചെയ്തു. ഇതിനിടയിലാണ് നന്ദനയും ജാസ്മിനും തമ്മിൽ ചെറിയ തർക്കമായത്. ആക്ടിവിറ്റി ഏരിയയിൽ നിന്നും പോകാൻ നേരം നന്ദന കെട്ടിപ്പിടിക്കാൻ പോയപ്പോൾ ഒരു കൈ അകലത്തിൽ നിൽക്കാൻ ജാസ്മിൻ പറഞ്ഞു. തനിക്ക് കിട്ടിയ അവസരം എന്ന് വെച്ച് നന്ദന അതിൽ കയറി പിടിക്കുകയും വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയുമായിരുന്നു. ഗബ്രി ചേട്ടന് മാത്രമേ കെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ എന്ന് നന്ദന ചോദിച്ചത് ജാസ്മിനെ ചൊടിപ്പിച്ചു. ആര് കെട്ടിപ്പിടിക്കണം കെട്ടിപ്പിടിക്കണ്ട എന്നത് എന്റെ തീരുമാനമാണെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. നീ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ എന്താ ചെയ്യ് എന്ന് നന്ദന പറഞ്ഞത്. ശേഷം ഇരുവരും പറഞ്ഞ് വലിയ തർക്കത്തിലേക്ക് പോകുന്നുമുണ്ട്. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞേ ഇരിക്കുള്ളൂ എന്ന് ഇതിനിടയിൽ നന്ദന പറയുന്നുമുണ്ട്. ഗബ്രിയെ കെട്ടിപ്പിടിക്കുന്നത് മാത്രമേ രാത്രിയും പകലും കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ലെന്നും നന്ദന ജാസ്മിനോടും പറയുന്നുണ്ട്. ഇതിനിടയിൽ നോറ ചിരിക്കുന്നതും ഇരുവരും സംസാരിക്കുന്നതിനിടെ ഇടപെട്ട ജിൻഡോയോട് എതിർത്ത് സംസാരിക്കുന്നതും കാണാം. നന്ദന ഇച്ചിരി ഓവർ ആണെങ്കിലും ജാസ്മിൻ അത് വേണം എന്നുള്ള കമന്റുകളാണ് ബിഗ് ബോസ് പ്രേക്ഷകർ പറയുന്നത്. ഇതിനിടെ ഇപ്പോഴിതാ അഭിഷേക് ശ്രീകുമാറിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയരുകയാണ്. നേരത്തെ തന്നെ തന്റെ ഹോമോഫോബിക് സ്ത്രീവിരുദ്ധ പ്രസ്താവനകളിലൂടെ വിവാദത്തിലായ വ്യക്തിയാണ് അഭിഷേക് ശ്രീകുമാർ. ഇതേ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വിലക്കും നേരിട്ടിരുന്നു. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ വെച്ചും ഇയാൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. ബിഗ് ബോസ് വീട്ടിലെ മറ്റൊരു അഭിഷേകായ അഭിഷേക് ജയദീപ് തന്റെ പേര് പറയുന്നതിനിടെയായിരുന്നു ഈ സംഭവം നടന്നത്. തന്റെ പേര് അഭിഷേക് കെ ജയദീപ് എന്നാണെന്ന് പറഞ്ഞപ്പോൾ കെ എന്താണെന്ന് അഭിഷേക് ശ്രീകുമാർ ചോദിച്ചു. അത് വീട്ടുപേരാണെന്ന് അഭിഷേക് ജയദീപ് പറഞ്ഞപ്പോൾ താൻ കരുതിയത് മറ്റൊന്നാണെന്നായിരുന്നു അഭിഷേക് ശ്രീകുമാറിന്റെ പ്രതികരണം. ഗേ ആയ അഭിഷേക് ജയദീപിന്റെ ജെൻഡർ ഐഡന്റിറ്റിയെ അവഹേളിക്കുന്നതായിരുന്നു അഭിഷേക് ശ്രീകുമാറിന്റെ ഈ പരാമർശം. പിന്നീട് ജാൻമണിയോട് സംസാരിക്കവേ നടത്തിയ ഏലിയൻ ഭാഷാ പ്രയോഗവും വിമർശിക്കപ്പെട്ടു. അത് പൊതുവെ പ്രേക്ഷകർക്കും ഇടയിലുള്ള അഭിപ്രായമാണ് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ജാൻമണിയുടെ ഭാഷയ്ക്ക് സബ് ടൈറ്റിൽ വേണം എന്ന തരത്തിലുള്ള കമന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ്. അത് വേണമെങ്കിൽ ഒരു തമാശയായിട്ട് മറ്റുള്ളവർക്ക് എടുക്കാമായിരുന്നു. അഭിഷേക് ജയദീപിനെതിരെ നടത്തിയ ഹോമോഫോബിക് പരാമർശത്തിന്റെ പേരിൽ ബിഗ് ബോസിലുള്ളവർ അഭിഷേക് ശ്രീകുമാറിനെ നോമിനേഷനിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇത്തരം ചിന്താഗതിയുള്ളവർ ബിഗ് ബോസ് പോലൊരു ഷോയിൽ നിൽക്കാൻ യോഗ്യനല്ലെന്നാണ് ബിഗ് ബോസ് താരങ്ങൾ പറഞ്ഞത്. അതേസമയം അഭിഷേക് ശ്രീകുമാർ നോമിനേറ്റ് ചെയ്തത് അഭിഷേക് ജയദീപിനെയായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചാണ് അഭിഷേക് ജയദീപ് വരുന്നതെന്നാണ് അഭിഷേക് ശ്രീകുമാർ കാരണമായി പറഞ്ഞത്. അഭിഷേകിന്റെ പ്രസ്താവനകൾക്കെതിരെ അകത്തു നിന്നും ശക്തമായ വിമർശനങ്ങൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയും നിരവധി പേരാണ് ഈ മത്സരാർത്ഥിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. എല്ലാ മേഖലയിലും അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം മനുഷ്യർ അവർക്ക് ഇന്ന് കാണുന്ന രീതിയിൽ സമൂഹത്തിൽ അംഗീകാരം കിട്ടാനും ഉയർന്നു വരാനും ഗവൺമെന്റ് അടക്കം മുൻകൈയെടുത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ കാലത്തും അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുത്തനെ ബിഗ് ബോസിൽ കൊണ്ടുവന്നതിലൂടെ ഏഷ്യാനെറ്റ് ചെയ്യുന്നതും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. സോഷ്യൽ മീഡിയ വഴി ചെറിയ കുട്ടികളെ പോലും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിനെതിരെ തിരിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷേക് ശ്രീകുമാർ യാതൊരുവിധ മാനുഷിക പരിഗണനയും അർഹിക്കുന്നില്ല എന്നും മോശം തെരഞ്ഞെടുപ്പാണ് അഭിഷേക് ശ്രീകുമാറിന്റേതെന്നും സോഷ്യൽ മീഡിയ പറയുന്നു. ഈ കാലഘട്ടത്തിലും LGBTQ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരെയും സഹജീവിയായി കാണാനും റെസ്പെക്ട് കൊടുക്കാനും അറിയാത്ത, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാതെ ഒരാളുടെ സെക്ഷൽ ഓറിയന്റേഷന്റെ പേരിൽ താഴ്ത്തിക്കെട്ടുകയും അവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്നും പറയുന്ന ഇത്രയും തരംതാന്ന ഒരാളെ ബിഗ് ബോസ് പോലെയുള്ള ഒരു ഷോയിൽ കയറ്റാനേ പാടില്ലായിരുന്നു എന്നാണ് മിക്കവരുടെയും അഭിപ്രായം. അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കും. ടോക്സിക് ആയിട്ടുള്ള ഒരു സമൂഹം ഇവനെ പോലെയുള്ളവരെയും സപ്പോർട്ട് ചെയ്യാൻ ഉയർന്നു വരാം.
ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ ബാൻ കിട്ടിയ ഇത്തരം വിവരദോഷികളെ അകത്ത് സപ്പോർട്ട് ചെയ്യാനും ആളുകൾ ഉണ്ടാവുമല്ലോ എന്നോർക്കുമ്പോൾ പ്രബുദ്ധ മലയാളി സമൂഹത്തോട് പുച്ഛം തോന്നുന്നു എന്നുമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്.